കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രതിപാദിച്ചത് ഇന്ത്യൻ ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിനെ സംബന്ധിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പലരും എന്നെ വിളിച്ച് അന്വേഷിച്ചത് വിദേശ ഓഹരികളിൽ എങ്ങനെ നിക്ഷേപിക്കുവാൻ സാധിക്കും എന്ന കാര്യമാണ്. ഇവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കൻ മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റിലും ജപ്പാൻ, ഹോങ്കോങ് മുതലായ എല്ലാ മാർക്കറ്റിലും നിക്ഷേപിക്കുവാൻ പ്രത്യേകിച്ചും വെർജിൽ ജിയോജിത്ത് അവസരങ്ങൾ നൽകുന്നുണ്ട്. അതിന് വേണ്ടത് പ്രത്യേകമായിട്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്, ട്രേഡിംഗ് അക്കൗണ്ട്. അത് ഓപ്പൺ ചെയ്യുവാൻ വേണ്ടത് നമ്മുടെ പാസ്പോർട്ട് ഫോട്ടോ കോപ്പി, നമ്മുടെ ഒരു ഫോട്ടോഗ്രാഫ്, നമുക്ക് ഇവിടെയുള്ള ഗൾഫിലുള്ള ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മളുടെ വീടിൻ്റെ എഗ്രിമെൻറ്റ് ഇംഗ്ലീഷിൽ നമ്മുടെ പേര് എഴുതിയിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ കോപ്പിയോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു യൂട്ടിലിറ്റി ബില്ല്, ടെലിഫോൺ ബില്ലോ ഇലക്ട്രിസിറ്റി ബില്ലോ നമ്മുടെ പേരിലുള്ളത്, അതിൻ്റെ കോപ്പി, ഇതിലെല്ലാം നമ്മൾ തന്നെ സെൽഫ് അറ്റസ്റ്റേഷൻ ചെയ്തുകൊണ്ട് ഈ 4 കാര്യങ്ങളാണ് വേണ്ടത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനൊപ്പം മറ്റൊരു പ്രധാന കാര്യം വേണ്ടത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം 5000 റുപ്യയാണ്. അത് നമ്മൾ ബ്രോക്കറുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഓഹരികൾ ലോകത്തിലുള്ള ഏത് മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ട് ഈ മാർഗത്തിൽ കൂടെ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇന്ത്യൻ ഓഹരികളും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാനുള്ള അവസരങ്ങളുണ്ട്. അതിന് ADR എന്ന് പറയും, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ്. പ്രധാനപ്പെട്ട ഇന്ത്യയിലെ എല്ലാ കമ്പനികൾക്കും ഡെപ്പോസിറ്ററി റെസീറ്റ്, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ് ഉണ്ട്. അത് ഓഹരി വാങ്ങിക്കുന്നതിന് തുല്യം തന്നെയാണ്. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഓഹരിയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കുകയാണ് അതിൽ കൂടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, നാട്ടിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, അതായത് 1 വർഷത്തിന് മുമ്പ് വിൽക്കുകയാണെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടതായി വരും, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. അതേ സമയത്ത് ഇന്ത്യൻ ഓഹരികൾ തന്നെ US മാർക്കറ്റിലുള്ള ഡെപ്പോസിറ്റ് റെസീറ്റായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ വാങ്ങിച്ച 1 മാസം കഴിഞ്ഞ് വിറ്റാൽ പോലും യാതൊരു ടാക്സിനും നമ്മൾ കൊടുക്കേണ്ടതായി വരുന്നില്ല. ടാക്സ് ഫ്രീ ആയിട്ടുള്ള ഒരു അവസരമാണ് നമുക്കതിൽ കൂടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ETF പോലുള്ള കാര്യങ്ങൾ, സിൽവർ ETF, ഗോൾഡ് ETF മുതലായ വാങ്ങിക്കുവാനുള്ള അവസരങ്ങളും ഇതിൽ കൂടെ ലഭിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു അന്തർദേശീയ മാർക്കറ്റിന് നമ്മൾ മുമ്പിൽ ലഭിക്കുകയും അങ്ങനെയുള്ള മാർക്കറ്റ് വേണമെങ്കിൽ ടെലിഫോണിൽ കൂടി അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടി എല്ലാം ചെയ്യുവാനുള്ള അവസരങ്ങൾ നമ്മൾ സജ്ജമാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിക്ഷേപകർക്ക് വേണമെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല വിദേശ മാർക്കറ്റിലും നിക്ഷേപിക്കുവാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മറ്റൊരു പ്രധാന കാര്യം ഇതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇന്ന് അന്തർദേശീയ മാർക്കറ്റുകളെല്ലാം വളരെ താഴ്ന്നു കിടക്കുകയാണ്. അന്തർദേശീയ തലത്തിലുള്ള പല കമ്പനികളുടെയും പ്രൈസുകൾ വളരെ താഴ്ന്നു കിടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അത്തരം കമ്പനികളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ, ദീർഘകാല ലക്ഷ്യത്തോടുകൂടി നാം നിക്ഷേപിക്കുകയാണെങ്കിൽ ഓഹരി കമ്പോളം ഉയർന്നു വരുമ്പോൾ നമുക്ക് ലാഭം കൊയ്യുവാനുള്ള അവസരമുണ്ടായിരിക്കും. അതിന് നിരന്തരം നമ്മളുടെ ഓഫീസിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടാൽ നിരന്തരം അവരുടെ ഉപദേശങ്ങൾ ലഭിക്കുകയും മാത്രമല്ല ഇമെയിലായി അത്തരം റിപ്പോർട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെ അന്തർദേശീയ മാർക്കറ്റിലും നമുക്ക് നിക്ഷേപിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. ഇതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റികളിൽ നിക്ഷേപിക്കുവാനുള്ള അവസരങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ വെർജിൽ ജിയോജിത്തിൽ വന്നു കഴിഞ്ഞാൽ അന്തർദേശീയ തലത്തിൽ ഉള്ള, ഇന്ത്യയിലും അന്തർദേശീയ തലത്തിലുമുള്ള എല്ലാ നിക്ഷേപ മാർഗങ്ങളിലും നിക്ഷേപിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ ഇത്തരം അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുക, ഇന്ത്യയിലാണെങ്കിൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, ബാങ്കിൽ PIS അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇതിനെല്ലാം പുറമെ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് പാൻ കാർഡ് എടുക്കുക. അതുപോലെ അന്തർദേശീയ മാർക്കറ്റിലാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിനുള്ള ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്താൽ ഇതെല്ലാം എല്ലാ ഓഹരി കമ്പോളത്തിലും നമുക്ക് നിക്ഷേപിക്കുവാൻ അവസരം ലഭിക്കുന്നതാണ്. ഇന്ന് നമ്മളുമായി സംവദിച്ച പ്രമോദിൻ്റെ അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രേക്ഷകർക്കും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹം
ദർഹത്തോളം ശമ്പളം മേടിച്ചിരുന്ന വ്യക്തിയാണ്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് 4-5 വർഷം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് 3000-ൽ പരം ശമ്പളം മേടിക്കുന്ന ഒരു വ്യക്തിയായി വരുവാൻ സാധിച്ചു. മാത്രമല്ല, വെറും 10ാം ക്ലാസ് പഠിച്ച വ്യക്തി ഇന്ന് ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം അത് അടുത്ത് തന്നെ ഡിഗ്രി സെക്കൻഡ് ഇയറും തേർഡ് ഇയറും വളരെ ശ്ലാഘനീയമായ വിധത്തിൽ പാസ്സാകുമെന്ന് എനിക്ക് വളരെ ഉത്തമ വിശ്വാസമുണ്ട്. അത്രമാത്രം ശ്രദ്ധയോടുകൂടി കമ്മിറ്റ്മെൻറ്റോടുകൂടി അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ വ്യക്തിക്കും ഇതുപോലെ ജീവിതത്തിൽ ഉയരുവാനും സാധിക്കും. എന്നതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു മാതൃക പറഞ്ഞു തന്നത്, അദ്ദേഹം ഇത് കേട്ടു തുടങ്ങിയതിന് ശേഷം, ഉപദേശ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം എല്ലാ മാസവും അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് സമ്പാദിക്കുവാൻ തുടങ്ങുകയും മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുവാൻ സാധിക്കുകയും ആ നിക്ഷേപിച്ച നിക്ഷേപം ഉയർന്ന വിലയിലെത്തിയപ്പോൾ കൊടുക്കുകയും ഭൂമി വാങ്ങിക്കുകയും അതുകൊണ്ട് ചെയ്തു. അതിനുശേഷം ആ ഭൂമി വിറ്റപ്പോൾ അദ്ദേഹത്തിന് ഒരു വീട് വെക്കുവാനുള്ള പൈസയും കൂടാതെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള 6 ലക്ഷം ഉറുപ്പിക മാറ്റിവെക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്ന ഒരു പരമാർത്ഥമാണ് നമ്മളുമായി പങ്കുവച്ചത്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഓരോ വ്യക്തിക്കും പരിശ്രമിച്ചാൽ സാധിക്കാത്തതൊന്നും ഇല്ല എന്ന ഒരു ദൃഷ്ടാന്തമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഓരോ വ്യക്തിയും പരിശ്രമിക്കണം. നമ്മൾ എപ്പോഴും ഇത്തരം കാര്യങ്ങളുമായി ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനുമായി സംസാരിച്ച പല വ്യക്തികളും പറഞ്ഞത്, ഒരുപക്ഷെ നമ്മളത് പ്രതിപാദിച്ച എപ്പിസോഡ് അവർ കണ്ടിട്ടില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കണം പറഞ്ഞത്, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും സമ്പാദിക്കാൻ സാധിക്കുന്നില്ല എന്ന ദുഃഖസത്യം അവർ പങ്കുവെക്കുകയായിരുന്നു. നമ്മൾ വിചാരിച്ചാൽ തീർച്ചയായും നമുക്ക് സമ്പാദിക്കുവാൻ സാധിക്കും. അതിന് വേണ്ടത് നമ്മുടെ വരുമാനം മാസശമ്പളമായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് 20% മാറ്റിവെക്കുക. ആ മാറ്റിവെക്കാൻ പലർക്കും പറ്റുന്നില്ല എന്നതാണ് പരമാർത്ഥം. ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തീരുമാനിക്കേണ്ടത്, എൻ്റെ ശമ്പളം ഈ കിട്ടിയതിനേക്കാൾ 20% കുറവാണ് എന്ന് ധരിക്കുകയും ആ 20% ഉടനെ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യുക. അതാണ് നമ്മുടെ സമ്പാദ്യം. നമ്മുടെ ശമ്പളം മുഴുവൻ നമ്മുടെ ശമ്പളമാണെന്ന് ധരിച്ചാൽ പലപ്പോഴും അത് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് 20% കുറഞ്ഞ സംഖ്യയാണ് ശമ്പളം എന്നുള്ള ധാരണയോടുകൂടി ചെയ്യുന്നവർക്കെല്ലാം നിഷ്പ്രയാസം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ 20% മാറ്റിവെക്കുവാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മളിവിടെ കുറേ മുമ്പ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിന് സുഖമായി നമ്മളും നമ്മുടെ കുടുംബവും ജീവിച്ചിരുന്നു. പക്ഷേ ഇന്ന് ശമ്പളം കൂടിക്കഴിഞ്ഞപ്പോൾ ആ ശമ്പളം മുഴുവൻ ചിലവാക്കിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വരുമാനത്തിൽ നിന്ന് കൃത്യമായി സമ്പാദിക്കുക എന്നുള്ളത് തന്നെ സാധ്യമുള്ളൂ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ സമ്പാദിച്ച സംഖ്യ ഉടനെ നല്ല നിക്ഷേപമാക്കി മാറ്റുക. അങ്ങനെ എല്ലാ മാസവും കൃത്യമായി നിക്ഷേപമാക്കി മാറ്റുകയാണെങ്കിൽ നമ്മൾ എന്നാണോ തിരിച്ചു പോകുന്നത് അന്ന് നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് കൃത്യമായി നമ്മുടെ ചെലവിന് വേണ്ട ഒരു സംഖ്യ തിരിച്ചെടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാവും. അത് കുറേ കൂടുതൽ പണം ഉണ്ടാക്കിയവർക്കാണെങ്കിൽ നാട്ടിൽ തിരിച്ച് ചെന്നാൽ പല മേഖലയിലും ഈ വരുമാനം കിട്ടുന്നതിന് പുറമെ മറ്റു പല മേഖലയിലും ബന്ധപ്പെടുവാനും ബിസിനസ്, കൃഷി മുതലായ കാര്യങ്ങളിൽ പണം ഇറക്കുവാനുള്ള അവസരവും ലഭിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്.